13,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു സ്മാർട്ട് ഫോണാണ് പോക്കോ M2 Pro. അപ്പോൾ ഒരുപാട് പേര് ഈ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചിട്ടുണ്ടാവും അല്ലേ, ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാവും. ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അതിലായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ഒരുപാട് ഹിഡൻ ആയിട്ട് കിടക്കുന്ന സെറ്റിങ്സ് അല്ലെങ്കിൽ ടിപ്സ് ട്രിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതറിയാത്തവരാണ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരിക്കണം. കാരണം നമ്മളിന്ന് 20+ എന്താണ് നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് പോകുന്നത് കേട്ടോ, പോക്കോ M2 Proയുടെ. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഇറ്റ്സ് മീ ഷിബിൻ, ലെറ്റ്സ് ബിഗിൻ. സോ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഡാർക്ക് മോഡിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാ സ്മാർട്ട് ഫോണുകളിലും നമുക്ക് ഡാർക്ക് മോഡ് കിട്ടാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് എനേബിൾ ചെയ്ത് നോക്കാം. ഓക്കെ, നല്ല ബ്ലാക്ക് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അവിടെ ഒന്നും നമുക്ക് ഇഷ്യൂസ് ഇല്ല, ഡാർക്ക് മോഡിൻ്റെ അവിടെ നമുക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല. പക്ഷേ എത്ര പേർക്കറിയാം ഡാർക്ക് മോഡ് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റുന്നുള്ളത്. അതായത് ഒരു സമയം മുതൽ ഒരു സമയം വരെ ഡാർക്ക് മോഡ് എന്താവും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിൽ അപ്ലൈ ആവും. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡാർക്ക് മോഡിൻ്റെ ഈ സെറ്റിങ്സ് എടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡാർക്ക് മോഡ് ഈ ഒരു കൺട്രോൾ സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് എത്തും. അല്ലാന്നുണ്ടെങ്കിൽ സെറ്റിങ്ങിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഡാർക്ക് മോഡ് ഒന്ന് ടൈപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഡാർക്ക് മോഡ് ഇവിടെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ, ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തിട്ട് എത്ര സമയം മുതൽ എത്ര സമയം വരെ നിങ്ങൾക്ക് വേണം. അപ്പോൾ ഞാൻ ടേൺ ഓൺ ഈ 7 PM to 7 AM വരെ എന്ത് ചെയ്യണം, ഡാർക്ക് മോഡ് എനേബിൾ ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു 7 PM ആകുമ്പോഴേക്ക് ഓട്ടോമാറ്റിക്കലി എന്തായി പോകും, ഡാർക്ക് മോഡ് എനേബിൾ ആകും. അപ്പോൾ കിടലൊരു ഫീച്ചറാണല്ലേ. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നോച്ച്, നമുക്കിത് നോച്ച് എന്ന് പറയാനായിട്ട് സാധിക്കില്ല അല്ലേ, ഒരു പഞ്ച് ഹോളാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഹൈഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹൈഡ് നോച്ച് എന്ന് കാണാം. ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ ഡോണ്ട് ഹൈഡ് എന്നാണ്. അതായത് നമുക്കത് ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, നമുക്കിവിടെ കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമത്തത് ഹൈഡ് ചെയ്യാം, പക്ഷെ എന്താണ് സ്റ്റാറ്റസ് ബാർ മുകളിലേക്ക് തന്നെ ഇരിക്കും. നമ്മൾ ഹൈഡ് ചെയ്താൽ ആ ഒരു നോച്ചിന് താഴേക്ക് നമുക്ക് എന്തായി കറക്റ്റ് കാണാനായിട്ട് സാധിക്കില്ലേ. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ് ആൻഡ് മൂവ് സ്റ്റാറ്റസ് ബാർ ആണ്. അതായത് ആ സ്റ്റാറ്റസ് ബാർ അടക്കം എന്തായി പോവും, നമുക്ക് താഴേക്ക് മൂവ് ആയിട്ട് വന്നു പോലെ. നല്ലൊരു ഫീച്ചറാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്നും എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ലേഔട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടോ, ഒരു വൈറ്റ് ആണല്ലേ ഈ ലേഔട്ട് വന്നിട്ടുള്ളത്. നമുക്കിവിടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് പിടിക്കുക. താഴെ നിങ്ങൾക്ക് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാം, അതിലൊന്ന് ടാപ്പ് ചെയ്യുക. ഇവിടെ മോർ എന്ന ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്നുകൂടി ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇതിൻ്റെ ട്രാൻസ്പെറൻസി കുറയ്ക്കാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, വളരെ കൂളാണ്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. വാവ്, നൈസ് ആയിട്ടുണ്ടല്ലേ. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ലേ, നമ്മുടെ ആപ്പ് ഡ്രോയർ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി ആയിട്ട് തന്നിട്ടുണ്ട്, ഗെയിംസ്, ഫിനാൻസ്, ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പോൾ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം. അതല്ല നമുക്ക് ഇവിടെ ഇപ്പോൾ ടൂൾസ്, ഈ ടൂൾസാണ് നമുക്ക് ആദ്യം വരേണ്ടതെന്നുണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിലൊന്ന് ടാപ്പ് ചെയ്ത് പിടിക്കുക, സെറ്റിങ്സ് എടുക്കുക, മോർ എടുക്കുക. നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് കാണാം, മാനേജ് ആപ്പ് കാറ്റഗറീസ് എന്ന്. നമുക്ക് ഒന്നെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതവിടെ കാണില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടുന്ന് സ്ക്രോൾ ചെയ്തിട്ട് മുകളിലേക്ക് ഏതാണോ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് അതങ്ങനെ മൂവ് ചെയ്ത് വെക്കാനായിട്ടും സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ കാറ്റഗറി വൈസ് ഓഫ് ചെയ്ത് വെച്ചു, കണ്ടില്ലേ. നമുക്ക് ഇപ്പോൾ കാറ്റഗറി വൈസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ, ഇല്ലല്ലേ. അപ്പം അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നീട് അടുത്ത വരുന്നൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പ് ലോക്കാണ്. നമ്മൾ സാധാരണ നമ്മുടെ ആപ്ലിക്കേഷൻസ് ലോക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാറാണ് പതിവ് അല്ലേ. അതിന് പകരം ഇത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സെറ്റിങ്സ് എടുക്കുക, ഇവിടെ ആപ്പ് ലോക്ക് ഒന്ന് സെർച്ച് ചെയ്യുക. ആപ്പ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ആപ്പ് ലോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക, ടേണറിന് കൊടുക്കുക. നമുക്ക് ഏതാണോ പാസ്വേഡ് വേണ്ടത് ആ പാസ്വേഡ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. നമുക്ക് ആപ്പ് ലോക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ കൂളാണല്ലേ, ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കിതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരേ സമയം 2 ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ആപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതും സാധാരണ നമ്മളെന്താണ് ചെയ്യാറ്, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാറാണ് പതിവ് അല്ലേ. അപ്പോൾ വേണ്ട, നമുക്ക് ഡ്യുവൽ ആപ്സ് സെറ്റിംഗ്സ് സെർച്ച് ചെയ്യുക, ഇവിടെ എടുക്കുക. ഇതിലേത് ആപ്ലിക്കേഷനാണോ നിങ്ങൾക്ക് ഡ്യുവൽ ആപ്പായിട്ട് യൂസ് ചെയ്യേണ്ടത്, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. 2 ആപ്ലിക്കേഷൻസ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് മെയിൻലി യൂസ് ചെയ്യുന്നത് വാട്സാപ്പിലാണ്. ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ടെലഗ്രാം പോലുള്ള ആപ്ലിക്കേഷൻസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അഡീഷണൽ സെറ്റിങ്സ് നമുക്ക് ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ കണ്ടില്ലേ, ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ബട്ടൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെയാണ് എന്ത് ചെയ്യുക, ഈ ബാക്ക് സ്വിച്ചൊക്കെ വരും അല്ലേ. അപ്പം നമുക്കത് വേണ്ട, നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റേഴ്സാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് അല്ലേ. സൈഡിൽ നിന്ന് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്താൽ മതി. അപ്പോൾ അതാണ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് കിടിലൻ ഒരു സംഗതിയാണ് കേട്ടോ.
ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് സ്പേസ് ആണ്. അതായത് നമ്മുടെ ഫോൺ നമ്മൾ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, വേറൊരാളും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വേറൊരു ക്രിയേഷൻ ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെക്കൻഡ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ സെക്കൻഡ് സ്പേസ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമല്ല കുട്ടികളൊക്കെ ഫോൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് സ്പേസ് ഓൺ ആക്കിയിട്ട് അവർക്ക് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ അക്കൗണ്ടിലുള്ള കാര്യങ്ങളൊന്നും അവർക്ക് എന്തെയില്ല വിസിബിളായിട്ട് കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അടുത്തത് ഗെറ്റ് ആപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ആപ്ലിക്കേഷൻ കാണാം. ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്യുക, അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ആപ്ലിക്കേഷൻസൊക്കെ ഇങ്ങനെ ഡൗൺലോഡ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ നിങ്ങൾക്ക് മീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മോഡ് സെറ്റിങ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻസ് ഉണ്ട് അല്ലേ, അതൊന്ന് ഓഫാക്കി വെക്കുക. അതുപോലെ തന്നെ ഇവിടെ ഓട്ടോ അപ്ഡേറ്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ നെറ്റ് കണക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആപ്ലിക്കേഷൻസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഓഫാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നുകൂടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇനി നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡയലർ എടുക്കുക. താഴെ നിങ്ങൾക്കൊരു 3 ലൈൻസ് കാണാനായിട്ട് സാധിക്കില്ല, അതിലൊന്ന് ടാപ്പ് ചെയ്യുക. സെറ്റിങ്സ് എടുക്കുക. ഇവിടെ കോൾ റെക്കോർഡിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്യുക. കോൾ റെക്കോർഡ് കോൾസ് ഓട്ടോമാറ്റിക്കലി ടാപ്പ് ചെയ്ത് കൊടുത്ത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് കിഡിലിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തൊരു ഓപ്ഷൻ നമുക്കറിയാം, സ്ക്രീൻ റെക്കോർഡിംഗ്. ഇപ്പോൾ എല്ലാ സ്മാർട്ട് ഫോണുകളിലും വരുന്നതാണ്. ഇവിടെ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ എന്താണ് സിസ്റ്റം സൗണ്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്ക് യൂസ് ചെയ്യാം. ഈ രണ്ടും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത്. നെഗറ്റീവ് അല്ല, അത് ആ ഒരു അപ്ഡേറ്റിലൂടെ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്ത സ്ക്രീൻഷോട്ടിനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ 3 ഫിംഗേഴ്സ് എടുക്കുക, താഴേക്ക് സ്ക്രോൾ ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്തു. വാവ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണല്ലേ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നുള്ളത്. അടുത്തൊരു ഓപ്ഷൻ പറയാനായിട്ടുള്ളത് വൈഫൈ അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വൈഫൈ കണക്ട് ചെയ്തിട്ട് നമ്മൾ നോർമലായിട്ട് നമ്മുടെ സിം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നെറ്റ് കണക്ട് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്കൊരു വൈഫൈയും കൂടി കണക്ട് ചെയ്യാം. നെറ്റ് രണ്ടിൻ്റെയും ഒരു സമയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏതാണോ നമുക്ക് ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് നെറ്റ്വർക്ക് എന്നുണ്ടെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, അതിലേക്ക് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വൈഫൈ ആണ് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും നോർമലായിട്ടുള്ള നമ്മുടെ സെല്ലുലാർ ഡാറ്റയിൽ നിന്ന് എന്ത് ചെയ്യും, വൈഫൈയിലേക്ക് മാറി യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് നല്ല കിടിലൻ ഒരു ഫീച്ചറാണ്. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഫോൺ ഇവിടെ വെച്ചു അല്ലേ, ഞാൻ ഫോൺ എടുത്തപ്പോൾ തന്നെ എന്തായി, ഓണായിപ്പോയി. ഞാൻ ആ പവർ സ്വിച്ച് നിൽക്കേണ്ട ആവശ്യം വന്നോ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഞാനിവിടെ ഡബിൾ ടാപ്പ് ചെയ്തു, സ്ക്രീൻ ഓൺ ആയില്ലേ. വാവ്, കിടിലൻ. അപ്പോൾ ആ ഫീച്ചർ ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സെറ്റിങ്സ് എടുത്തിട്ട് റേസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റേസ് ടു വേക്ക് എന്ന് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ റേസ് ടു വേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഡബിൾ ടാപ്പ്, അതായത് 2 പ്രാവശ്യം നമ്മൾ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, സ്ക്രീൻ ഓൺ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ എനേബിൾ ചെയ്ത് വെക്കാനായിട്ടും സാധിക്കുന്നതാണ്. നല്ലൊരു കിടിലൻ ഫീച്ചർ തന്നെയാണ്. ഇനി പറയാൻ പോകുന്ന ഒരു ഫീച്ചർ വളരെ വൃത്തികെട്ടൊരു ഫീച്ചറാണ്. ഇത് കണ്ടോ, ഞാനിപ്പോൾ സ്ക്രീൻ ഓഫാക്കി ഓൺ ചെയ്ത് കണ്ടില്ലേ, ഒരു വാൾപേപ്പർ അവിടെ വന്നില്ലേ. ഇതിങ്ങനെ നമ്മൾ ഓരോ സ്ക്രീൻ ലോക്ക് തുറക്കുമ്പോൾ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു ആഡ്സിൻ്റെ റെക്കമെൻഡേഷൻ മാറി അങ്ങനെ വന്നുകൊണ്ടിരിക്കും അവിടെ. അപ്പോൾ അത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനായിട്ട് സെറ്റിങ്സ് എടുക്കുക. ഇവിടെ ലോക്ക് സ്ക്രീൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഗ്ലാൻസ് ഫോർ MI കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് പരിപാടി തീർന്നു അല്ലേ, നല്ല കിടലിനായിട്ടുണ്ട്. ഇനി ലോക്ക് സ്ക്രീൻ്റെ ക്ലോക്ക് ഫോർമാറ്റുകൾ നമുക്ക് മാറ്റാൻ പറ്റും. അതായത് ഇതിൽ ഒരു 3-4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോക്ക് സ്ക്രീൻ ആയിരിക്കുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഇനി നമുക്ക് നമ്മൾ ലോക്ക് ആയിരിക്കുമ്പം ക്യാമറ ലോഞ്ച് ചെയ്യാനുള്ളൊരു സംഗതി ഉണ്ട്. അതായത് വോളിയം ഡൗൺ എന്നുള്ളത് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആവും. അപ്പോൾ ഞാൻ വോളിയം ഡൗൺ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കണ്ടോ, ക്യാമറ ഓൺ ആയില്ലേ. അപ്പോൾ വളരെ കൂളായിട്ടുള്ളൊരു ഫീച്ചറാണ് കേട്ടോ. എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അടുത്തത് നമുക്ക് ഡിസ്പ്ലേയിൽ സൺലൈറ്റിൻ്റെ ഒരു കാര്യമാണ് വരുന്നത്. അതായത് ബ്രൈറ്റ്നസിൻ്റെ കാര്യമാണ്. അപ്പോൾ ബ്രൈറ്റ്നസ് നിങ്ങൾ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൺലൈറ്റ് മോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പകരം നിങ്ങൾ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് എന്ത് ചെയ്യുക, ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് സൺലൈറ്റ് മോഡ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം സൺലൈറ്റിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ്, ഇത് അഡ്ജസ്റ്റ് ആവും. അതായത് ആ ഒരു സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ബ്രൈറ്റ്നസ് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ആവുള്ളൂ. സൺലൈറ്റിലേക്ക് വരുമ്പം ബ്രൈറ്റ്നസ് നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്ത് കാണിക്കും. അപ്പോൾ അതൊക്കെ വളരെ കിടിലൻ ഫീച്ചർ തന്നെയാണ് കേട്ടോ. നല്ല നമുക്ക് ഉപകാരപ്പെടുന്ന ചെറിയ ഫീച്ചേഴ്സാണ്. അടുത്ത നമുക്ക് നെറ്റ് സ്പീഡ് ഇതിൽ കാണിക്കുമോ എന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുണ്ടല്ലേ, നമുക്ക് നെറ്റ് സ്പീഡ് ഇതിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇതിനൊക്കെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നമുക്ക് എന്താ നെറ്റ് എത്ര സ്പീഡിലാണ് നമ്മൾ നെറ്റ് യൂസ് ചെയ്യണമെന്നുള്ളത് ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്.
ഇനി ബാറ്ററി ഇൻഡിക്കേറ്റർ ഇവിടെ നിങ്ങൾക്ക് 56% എന്ന് മുകളിൽ കാണുന്നുണ്ട് അല്ലേ. ബാറ്ററി ഇൻഡിക്കേറ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പല വിധത്തിലും ചേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതും നൈസായിട്ടുണ്ട്. ഇനി ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ്, അതായത് നമ്മളെ ഇപ്പോൾ ടച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്താണ് ചെറിയ രീതിയിലുള്ളൊരു വൈബ്രേഷൻ ഇതിൽ വരും. അതിനാണ് ഈ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്ന് പറയുക. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഓഫ് ചെയ്ത് വെക്കാം. അപ്പം അത് അത്യാവശ്യം നല്ലൊരു ഫീച്ചർ തന്നെയാണ്, കൊള്ളാവുന്ന ഒരു സംഗതി തന്നെയാണ്. അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോട്ടിഫിക്കേഷൻസ് എടുക്കാം. നോട്ടിഫിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നോട്ടിഫിക്കേഷൻസൊക്കെ നമുക്ക് അവിടെ കാണിക്കുന്ന സംഗതികളൊക്കെ എന്ത് ചെയ്യാം, ഇതിൽ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ അതും വളരെ കൂളായിട്ടുള്ളൊരു സംഗതിയാണ് കേട്ടോ. നമുക്ക് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എപ്പോഴും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കില്ലേ. അപ്പോൾ അതിൽ ഏറ്റവും ഇടങ്ങേറ് പിടിച്ചൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഗെറ്റ് ആപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ നിങ്ങൾ ഈ ഒരു എന്താണ് പറയുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഓഫാണ്, അത് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വരും. അപ്പോൾ അത് മാക്സിമം ഓഫ് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഈ ഒരു ഫോണിൻ്റെ തീം, വാൾപേപ്പർ, ഫോണ്ട് ഒക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾക്ക് തീം എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കണ്ടിരിക്കും. അപ്പോൾ അതിൽ നമുക്കിതിൽ ഏതെങ്കിലും ഒരു തീം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഏത് തീം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. കുറേയേറെ വാൾപേപ്പേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്, റിംഗ് ടൂൺസ് അവൈലബിൾ ആണ്. ഫോണ്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണ്ട് അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും നല്ല ബെറ്റർ ആയിട്ടുള്ള ഫോണ്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ ഫ്രീ എന്ന് പറഞ്ഞിട്ട് കാണാൻ, ഡൗൺലോഡ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. സംഗതി വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെറ്റ് ചെറിയ സ്ലോ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തു. അപ്പോൾ റീബൂട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ റീബൂട്ട് ചെയ്യുന്നില്ല, നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഇതൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ഫോണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ ഈസിലി തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ഫോണിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ LED അവൈലബിൾ ആണല്ലേ. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ LED ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അഡീഷണൽ സെറ്റിങ്സ് എടുക്കുക. അഡീഷണൽ സെറ്റിങ്സിൽ നോട്ടിഫിക്കേഷൻ ലൈറ്റ് എന്ന് കാണാം, അത് ടേൺ ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി ഇതിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഇതിൻ്റെ സെറ്റിങ്സ് എബൌട്ട് ഫോണിൽ ചെന്നിട്ട് MIUI വേർഷൻ്റെ ഒരു 7 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെവലപ്പർ ഓപ്ഷൻ എന്തായി നമുക്ക് എനേബിൾ ആവുന്നതാണ്. അപ്പോൾ അത് എനേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരുപാട് അഡീഷണൽ സെറ്റിങ്സിൽ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ എടുത്തിട്ട് ഇതിൻ്റെ ആനിമേഷൻ സ്പീഡൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൂട്ടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ലോ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആനിമേഷൻ സ്പീഡൊക്കെ കൂട്ടി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇതുണ്ടല്ലേ വിൻഡോ ആനിമേഷൻ സ്കെയിൽ. അപ്പോൾ ഇത് ഓൾറെഡി സെറ്റായിട്ട് വരുന്നത് 1x-ലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതൊന്ന് 0.5x ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ആനിമേഷൻ്റെ സ്പീഡ് കൂടി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേയേറെ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതാണ് ആ കാര്യം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പം ഇനിയും ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കത് എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സമയം തികയില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് ബോറടിച്ചു കൂട്ടാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. ഇറ്റ്സ് മീ ഷുബിൻ സൈനിങ് ഓഫ്.